എന്താ സീറ്റ പ്രശ്നം? എന്റെ കാര്യം വല്ലത് ഷോകാണല്ലോ സുഹൃത്തെ. എന്തേ? ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന ദിവസമല്ലേ? അതെ. അപ്പൊ കഴിക്കുകയാണോ കളിക്കേണ്ടത്? പിന്നെ ചെസ്റ്റിന് കളിക്കുക ആണോ? അതെന്താ? ഈ വിരിഞ്ഞ മാറുള്ള ആണുങ്ങളെ പെണ്ണിനൊക്കെ വേഗം ഇഷ്ടാവും. ആണോ? പിന്നല്ലാതെ അതുകൊണ്ട് ചെസ്റ്റ് ഒന്ന് കളിച്ച് റെഡിയാക്ക. അപ്പൊ ചെസ്റ്റിന് കളിക്കല്ലേ? ഇത് മതിയോ? ആ മതി, ഇത് മതി. അടിപൊളി. സാധാരണ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒറ്റയടിക്ക് കിട്ടില്ല. ഇത് പാക്ക് ചെയ്തോ. ഇത് നിനക്ക് ചേരൂലടാ. ആണോ? ഇതിന്റെ കളർ ഒരു സുഖമില്ല. ആണല്ലേ? അല്ല, നിനക്കിഷ്ടമുണ്ടെങ്കിൽ എടുത്തോ. അത് വേണ്ട, അത് വേണ്ട. ഇത് എടുത്തോ. ഇത് നിനക്ക് നല്ലോണം ചേരും. ആണല്ലേ? ഇത് വിട്ട് ആ പെണ്ണിന്റെ മുമ്പിൽ നിന്നാൽ അവൾ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കൂല. ചൊവ്വാദോഷം എനിക്കൊരു പ്രശ്നമല്ല. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ സങ്കല്പത്തിലൊരു പെണ്ണിനെ തേടി നടന്ന ഞാനും ലേറ്റായത്. സിന്ധു കറക്റ്റാ. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്, ഹെയറും അതെ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടായി. എനിക്കിഷ്ടായി. എനിക്കിഷ്ടായില്ല. എന്താ? നല്ല കുട്ടിയല്ലേ? പക്ഷെ നിനക്ക് ചേരൂലടാ. കുറച്ചും കൂടി ഹൈറ്റ് വേണം. ആണല്ലേ? പക്ഷെ നല്ല കളറൊക്കെ ഉണ്ട്. ഇതാ കളർ? നല്ല ഗോതമ്പിന്റെ കളറുള്ള പെൺകുട്ടികൾ, ആ കളറെ എനിക്ക് ചേരും. ആണോ? പിന്നല്ലാണ്ട് നാളെ നീ ഓളും കൂടിയും പോകുമ്പോ നാട്ടുകാരെന്ത് പറയും? അതും നോക്കണ്ട നമ്മള്. അത് വേണം. എന്നാലേ നൈസായിട്ടുണ്ട് ഈ വൈക്കാട്. നമ്മളെ ഒഴിവാക്കല്ലേ? എന്താ സംശയം? അങ്ങനെ ഓൻ്റെ അഭിപ്രായം കേട്ട് ഞാൻ ഒഴിവാക്കിയ പെണ്ണിനെ ഓനിപ്പോൾ പോയി കണ്ട് കെട്ടാൻ പോവാ. തല്ലണ്ടവനെ. അപ്പൊ അതാണ് കാര്യം. ഒരു ഷെഡി വാങ്ങാൻ വരെ നാട്ടുകാർ അഭിപ്രായം ചോദിക്കുന്ന ആളല്ല ഈ. അനക്കത് കിട്ടണം. എടാ, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല ജീവിക്കേണ്ടത്. അനക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ അതിൽ തീരുമാനം എടുക്കേണ്ടത് ഈ തന്നെ, അല്ലാതെ മറ്റുള്ളവരല്ല. ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്ക് സുഹൃത്തായി. ഒരു ജ്യൂസ് കുടിക്കാം. വേണ്ട, എനിക്ക് ചായ മതി. ഈ ചൂടത്ത് ആരെങ്കിലും ചായ കുടിക്കണോ? ഇല്ലല്ലേ? ഏട്ടാ, 2 ജ്യൂസ്.